കടമ്പഴിപ്പുറത്ത് LDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മും CPM-ഉം നേർക്കുനേർ. പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ് കേരള കോൺഗ്രസ് മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ കടമ്പഴിപ്പുറം പഞ്ചായത്തൊഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും LDF-നോട് തോൾ ചേർന്ന് മത്സരരംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബേബി പാണുച്ചിറ പറഞ്ഞു. LDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം പാലക്കാട് ജില്ലയിൽ ഒരുമിച്ചാണ് പ്രവർത്തിച്ചു പോരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ചർച്ചയിൽ കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, ഒറ്റപ്പാലം നഗരസഭ എന്നിവിടങ്ങളിലായി കേരള കോൺഗ്രസിന് മത്സരിക്കുവാൻ സീറ്റ് ആവശ്യപ്പെടുകയും ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിൽ സീറ്റ് നൽകുവാൻ വിമുഖത കാണിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ 14-ാം വാർഡിൽ കേരള കോൺഗ്രസ് ജനവിധി തേടുന്നത്. ബാബു ജോസ് മുതലക്കുഴിയെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഒരു മുതിർന്ന ഘടകകക്ഷിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം കക്ഷി എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ LDF ഒത്ത് ഈ നിമിഷം വരെ കേരള കോൺഗ്രസ് പാർട്ടി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒറ്റക്കെട്ടായിട്ട് തോളോട് തോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ ചർച്ചയിലൂടെ കരിമ്പുഴയും ശ്രീകൃഷ്ണപുരവും കടമ്പഴിപ്പുറവും ഒറ്റപ്പാലം നഗരസഭയും നമ്മൾ സീറ്റ് ആവശ്യപ്പെട്ടു, പാർട്ടി സീറ്റ് ആവശ്യപ്പെട്ടു. ആ സീറ്റ് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ചർച്ചകൾ പലവട്ടം നടന്നെങ്കിലും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഒരു സീറ്റ് തന്ന് സഹകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ CPM പാർട്ടി മര്യാദ കാണിച്ചില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ബാബു ജോസ് മുതലക്കുഴിയെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് 2 ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കടമ്പഴിപ്പുറം മണ്ഡലത്തിലെ കേരള കോൺഗ്രസുകാർ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്തു. ഇതേ 14-ാം വാർഡിൽ CPIM സ്ഥാനാർത്ഥിയായി ദിലീപ് കുമാറും മത്സരിക്കുന്നുണ്ട്. മുന്നണിയോട് ഒരു മര്യാദകേടും നടത്തുന്നില്ലെന്നും മണ്ഡലത്തിൽ സൗഹാർദ്ദപരമായ മത്സരം നടക്കുമെന്നും ബേബി പാണുച്ചിറ പറഞ്ഞു. കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും LDF-നോട് ചേർന്ന് മത്സരരംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ടിബിൻ വർഗീസ്, ദളിത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി പുലാപ്പറ്റ, യൂത്ത് ഫ്രണ്ട് കടമ്പഴിപ്പുറം മണ്ഡലം പ്രസിഡന്റ് മജൂഷ്, യൂത്ത് ഫ്രണ്ട് ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് രാകേഷ്, ഒറ്റപ്പാലം നിയോജക മണ്ഡലം സെക്രട്ടറി ജോർജ് കുട്ടി, കോങ്ങാട് മണ്ഡലം സെക്രട്ടറി രമേശ് എന്നിവർ പത്രികാ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു.